നിലവിൽ രണ്ടുപേർ മാത്രമാണ് ഇനി മുകളിൽ കുടുങ്ങിക്കിടക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട്, അതായത് റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ സേഫ്റ്റി ബെൽറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇവരെ താഴേക്കിറക്കാൻ സാധിക്കുന്നു. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ വളരെ പെട്ടെന്ന് തന്നെ, പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ കാലാവസ്ഥ അടക്കം പ്രതികൂലമായ സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് വളരെ സുരക്ഷിതമായ രീതിയിൽ ഇവരെ താഴെ എത്തിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അധികം താമസിപ്പിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ഓരോരുത്തരെയായി താഴെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ആ ശ്രമം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ബാക്കി രണ്ടുപേരെയും വളരെ കൃത്യമായ രീതിയിൽ തന്നെ അല്പസമയത്തിനകം തന്നെ താഴെ ഇറക്കും, സുരക്ഷിതമായി തന്നെ താഴെ ഇറക്കും എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഇവിടെ ഫയർഫോഴ്സിന്റെ കൃത്യമായ ഇടപെടൽ, അതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഈ കൃത്യമായ രീതിയിൽ തന്നെ ഫയർഫോഴ്സും പോലീസും നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് ഇവരെ താഴെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ രണ്ടുപേരെയും താഴെ ഇറക്കും എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അതിന്റെ എല്ലാ സജ്ജീകരണങ്ങളും നിലവിൽ തയ്യാറാക്കിയിട്ടുണ്ട്. മറ്റു സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കം പാലിച്ചുകൊണ്ടാണ് നിലവിൽ ഇവരെ താഴെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ശരണ്യ, അതെ, തീർച്ചയായും. കാരണം അവരെ ഫയർഫോഴ്സിനെയും പോലീസിനെയും അറിയിക്കാൻ കമ്പനി വൈകിട്ട് പോലും വളരെ സമയോചിതമായ ഇടപെടൽ മൂലം അവർ വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ 3 പേരെ താഴെ ഇറക്കിയിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ അഭിനന്ദനാർഹമാണ്, അല്ലേ? ശരണ്യ, തീർച്ചയായും ഇവിടെ കമ്പനിയുടെ ഭാഗത്തുനിന്നും വലിയ വീഴ്ചയുണ്ടായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരത്തിലൊരു സംഭവം, അതായത് 5 പേർ ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ആദ്യഘട്ടത്തിൽ അത് പോലീസിനെയോ അല്ലെങ്കിൽ ഫയർഫോഴ്സിനെയോ ഇവർ വിവരം അറിയിച്ചിട്ടില്ല, അല്ലെങ്കിൽ മറ്റ് ജനപ്രതിനിധികളെയോ ആരെയും തന്നെ ഇവർ വിവരം അറിയിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കമ്പനിയുടെ സ്റ്റാഫുകളെ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഈ ഹൈഡ്രോളിക് സംവിധാനത്തിൽ ഉണ്ടായിരുന്ന ചില തകരാറുകൾ മൂലമാണ് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായത്. അത് പരിഹരിക്കാനുള്ള ശ്രമത്തിലേക്ക് കടക്കുകയായിരുന്നു. ഇത്തരത്തിൽ മണിക്കൂറുകൾ എടുത്താൽ മാത്രമേ ഈ ഒരു പ്രശ്നം പരിഹരിച്ചുകൊണ്ട് ഇവരെ താഴെ ഇറക്കാൻ വേണ്ടി സാധിക്കൂ എന്ന് കൃത്യമായ ബോധ്യമുണ്ടായിട്ട് പോലും ആ ഒരു സജ്ജീകരണങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്തരം ശ്രമത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഫയർഫോഴ്സിനെയോ പോലീസിനെയോ വിവരം അറിയിക്കാൻ ഇവർ തയ്യാറായിരുന്നില്ല. പിന്നീട് ഫയർഫോഴ്സും പോലീസും വിവരം അറിഞ്ഞ് സംഭവ സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു. അല്പം വൈകിയെങ്കിൽ പോലും വളരെ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് 5 പേരെയും താഴെ ഇറക്കുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിക്കൊണ്ട് ആ ശ്രമത്തിലേക്ക് ഇവർ കടക്കുകയായിരുന്നു. ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ പല പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഇതിൽ കുടുങ്ങിക്കിടക്കുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള, അതായത് 2ഉം 4ഉം വയസ്സുള്ള ചെറിയ കുട്ടികളാണ്. ഈ കുട്ടികൾ അടക്കമുള്ള ഇവരുടെ ആരോഗ്യനില, ഒപ്പം തന്നെ കാലാവസ്ഥ, ഇതൊക്കെ വലിയ ആശങ്ക ഉണ്ടാക്കിയിരുന്നു. അതിനാൽ തന്നെ സമയം അധികം സമയം എടുക്കാതെ തന്നെ വളരെ പെട്ടെന്ന് ഇവരെ താഴെ ഇറക്കുക എന്ന രീതിയിലുള്ള ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ആയിരുന്നു ഇവർ തയ്യാറാക്കിയത്. റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് താഴെ ഇറക്കുക അത് ഒരിക്കലും നടക്കില്ല എന്ന ഒരു ബോധത്തോടു കൂടി, ലാഡർ ഉപയോഗിച്ചുകൊണ്ട് താഴെ ഇറക്കുക എന്നത് ശ്രമകരമായ ഒരു സംഭവമായതിനാൽ തന്നെ റോപ്പ് ഉപയോഗിച്ചുകൊണ്ട്, ഒപ്പം തന്നെ സേഫ്റ്റി ബെൽറ്റ് ഉപയോഗിച്ചുകൊണ്ട് താഴെ ഇറക്കുവാനുള്ള ഒരു ശ്രമത്തിലേക്കാണ് ഇവർ കടന്നിട്ടുണ്ടായിരുന്നത്. വളരെ വിജയകരമായ രീതിയിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചു. ആദ്യഘട്ടത്തിൽ ചെറിയ കുട്ടികളെ താഴെ ഇറക്കുന്ന ഒരു പരിശ്രമമായിരുന്നു. 2 കുട്ടികളെയും ആദ്യഘട്ടത്തിൽ താഴേക്ക് ഇറക്കാൻ വേണ്ടി സാധിച്ചു. പിന്നീട് ബാക്കിയുള്ളവരെ താഴെ ഇറക്കുന്ന ആ ഒരു ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ കമ്പനിയുടെ ഭാഗത്തു നിന്നും കൃത്യമായ രീതിയിലുള്ള ഒരു നിർദ്ദേശം ഫയർഫോഴ്സിനോ പോലീസിനോ ലഭിച്ചിട്ടില്ല എന്നത് വലിയ അല്ലെങ്കിൽ ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ ഇവരെ മുഴുവൻ പേരെയും താഴെ ഇറക്കി സുരക്ഷിതമായ രീതിയിൽ തന്നെ അവരെ താഴേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന പ്രശ്നമുള്ളത്, ഒരു തരത്തിലുമുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെയാണ് ഈ സ്കൈ ഡൈനിങ് സംവിധാനം ഇവിടെ പ്രവർത്തിച്ചത് എന്നുള്ളതാണ്. അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികളിലേക്ക് അടക്കം തന്നെ ഉടൻ കടക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ പരിശോധനകൾ, അന്വേഷണങ്ങൾ അടക്കം നടത്തിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് കടക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ അടക്കം നിലവിൽ നടക്കുന്നുണ്ട് എന്നുമാണ് നിലവിൽ അറിയുന്നത്. ബാക്കിയുള്ള, അതായത് മുഴുവൻ പേരെയും താഴെ ഇറക്കുവാനുള്ള ശ്രമങ്ങൾ നിലവിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ 5 പേരെയും സുരക്ഷിതമായി തന്നെ താഴെ ഇറക്കാൻ വേണ്ടി സാധിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ശരണ്യ, അമൽ, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രകാരം ഫയർഫോഴ്സിന്റെ വളരെ സംയോജിതമായ ഇടപെടൽ മൂലം ഇപ്പോൾ 4ാമത്തെ ആളെ കൂടി താഴേക്ക് ഇറക്കിയിരിക്കുന്നു എന്ന് ലഭിക്കുന്നു വിവരങ്ങൾ. ശരണ്യ, തീർച്ചയായും ഇനി ഒരാൾ മാത്രമാണ് നിലവിൽ ഇപ്പോൾ മുകളിൽ കുടുങ്ങിക്കിടക്കുന്നത്. നിമിഷങ്ങൾക്കകം തന്നെ അവരെയും താഴെ ഇറക്കുവാനുള്ള ആ ഒരു സജ്ജീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അത്തരം ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു പരിശ്രമങ്ങൾ ആരംഭിക്കുകയും ഇവരെ കൃത്യമായി താഴെ ഇറക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. കാരണം ഇത്ര ഉയരത്തിൽ തന്നെ ആയതിനാൽ തന്നെ ഈ റോപ്പും സേഫ്റ്റി ബെൽറ്റും ഉപയോഗിച്ചുകൊണ്ട് ഇവരെ താഴെ ഇറക്കുമ്പോൾ ഒരു പക്ഷേ വളരെ സമയമെടുത്തുകൊണ്ടുള്ള ഒരു ശ്രമമായിരിക്കും ഇത് എന്ന രീതിയിലുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. ആശങ്ക ഉണ്ടാവാനുള്ള പ്രധാന കാരണം ഇപ്പോൾ സൂചിപ്പിച്ചപ്പോൾ തന്നെ കാലാവസ്ഥ വലിയ പ്രതിസന്ധിയായി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒപ്പം തന്നെ ഇവരുടെ 5 പേരുടെയും ആരോഗ്യനില അത് എങ്ങനെയാണ് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു വിവരം ലഭിച്ചിരുന്നില്ല. അതിനാൽ തന്നെ അത് വലിയ ഒരു ആശങ്കയുണ്ടാക്കിയ ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ വളരെ ഫയർഫോഴ്സ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ ഇടപെടൽ നടത്തിയതോടുകൂടി വളരെ പെട്ടെന്ന് തന്നെ 5 പേരെയും താഴേക്ക് ഇറക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ 5ാമത്തെ ആളെ നിലവിൽ താഴേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ശരണ്യ, തീർച്ചയായും അമൽനാഥാണ് നമുക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആനച്ചാലിലെ ആകാശ ഭക്ഷണശാലയിലാണ് ഇപ്പോൾ 5 പേർ കുടുങ്ങിയത്. അതിൽ 4 പേരെ താഴെ ഇറക്കിയിട്ടുണ്ട്. ഈ ഒരാളെ കൂടി താഴേക്ക് ഇറക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വകാര്യ കമ്പനിയുടെ സ്കൈ ഡൈനിങ്ങിലാണ് മലപ്പുറം സ്വദേശികളായിരിക്കുന്ന ആൾക്കാർ കുടുങ്ങിയിരിക്കുന്നത്, വിനോദസഞ്ചാരികൾ കുടുങ്ങിയിരിക്കുന്നത്. ഹൈഡ്രോളിക് സംവിധാനമാണ് ഈ ഒരു അപകടം ഉണ്ടായതിന് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സ്വകാര്യ കമ്പനിയുടെ സുരക്ഷാ വീഴ്ചയാണ് ഇതിന് പിന്നിലെന്നും മനസ്സിലാക്കുന്നുണ്ട്. അമൽ, ഈ ഒരു ഇതിന് ശേഷം ഇവരെ രക്ഷാപ്രവർത്തനം നടത്തിയതിന് ശേഷം ഈ ഒരു സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് കൂടുതൽ തുടർ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു കമ്പനിക്കെതിരെ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. ശരണ്യ, തീർച്ചയായും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് തന്നെ ഉടൻ കടക്കും എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് മുന്നേ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം ഇത്തരത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു തരത്തിലുമുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെയാണ് ഈ സ്കൈ ഡൈനിങ് സംവിധാനം ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. മൂന്നാർ പോലുള്ള ഒരു മേഖലയാണ്. വിനോദസഞ്ചാരികൾ പലപ്പോഴായി അല്ലെങ്കിൽ എപ്പോഴും എത്തുന്ന ഒരു ഏരിയയാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഈ സ്കൈ ഡൈനിങ് സംവിധാനം പ്രവർത്തിക്കുന്നത്. എന്നാൽ ഒരു തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചിരുന്നില്ല. അത് ഇവിടെ ഈ സ്കൈ ഡൈനിങ് സംവിധാനം ഉപയോഗപ്പെടുത്തുന്നവർക്ക് വലിയ അപകട സാധ്യതയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് എങ്ങനെ പ്രവർത്തിച്ചു, അത്തരത്തിലുള്ള കാര്യമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ, പരിശോധനകൾ അടക്കം നടത്തേണ്ടിയിരിക്കുന്നു. കൂടുതൽ റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധനയുടെ ഭാഗമായി തയ്യാറാക്കേണ്ടിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകൾ നടത്തിയാൽ ഉടൻ തന്നെ ഇതുമായി ഒരു നടപടിയിലേക്ക് കടക്കും എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു ഗുരുതരമായ ഒരു പ്രശ്നം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം 120ഓളം അടി ഉയരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. ഒരു ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്ര ഉയരത്തിൽ ഈ ഒരു സ്കൈ ഡൈനിങ് സംവിധാനം പ്രവർത്തിക്കുന്നത്. അതിൽ ഉണ്ടായ ചില സാങ്കേതിക പ്രശ്നമാണ് നിലവിൽ ഇപ്പോൾ വലിയ ഒരു ആശങ്കയ്ക്ക് കാരണമായിട്ടുള്ളത്. 5 പേർ മണിക്കൂറുകളോളം. ഇപ്പോൾ ആശ്വാസകരമായ വാർത്ത, 5 പേരെയും ഇപ്പോൾ താഴെ ഇറക്കിയിരിക്കുന്നു ഫയർഫോഴ്സും പോലീസും ചേർന്ന് എന്നതാണ്. ശരണ്യ, വലിയ ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണ്. കുട്ടികൾ ഉൾപ്പെടെ 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേരെയും സുരക്ഷിതമായി താഴെ ഇറക്കി എന്നുള്ളതാണ്. ഈ ഒരു സംഭവത്തിൽ 5 പേരും സുരക്ഷിതരാണ് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും ഇല്ല എന്ന രീതിയിലാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അത്തരത്തിൽ സുരക്ഷിതരായി തന്നെ 5 പേര്, ചെറിയ കുട്ടികൾ, അതായത് 2ഉം 4ഉം വയസ്സുള്ള കുട്ടികളെ അടക്കം സുരക്ഷിതമായി തന്നെ താഴെ ഇറക്കാൻ വേണ്ടി സാധിച്ചു എന്നത് വലിയ ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണ്. നിലവിൽ ഇവരുടെ 5 പേരുടെയും ആരോഗ്യനില, പ്രത്യേകിച്ച് കുട്ടികളുടെ അടക്കം ആരോഗ്യനില തൃപ്തികരമാണ്. ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ആശങ്ക ഇതാണ്. ഈ ചെറിയ കുട്ടികളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട്, അവരുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഉയരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവിടെ ഉണ്ടാകുന്ന ചൂട്, അതോടൊപ്പം തന്നെ മറ്റ് എയർ സർക്കുലേഷൻ അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങളിൽ വലിയ ആശങ്ക ആദ്യഘട്ടത്തിൽ തന്നെ പ്രകടിപ്പിച്ചിരുന്നു. എങ്കിലും നിലവിൽ ഇപ്പോൾ ഇവരുടെ ആരോഗ്യനിലയിൽ
പ്രതിസന്ധികളില്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എങ്കിലും ഒരുപക്ഷെ ഈ കുട്ടികളെ അടക്കം കൂടുതൽ പരിശോധനകൾ നടത്തിയേക്കും. ഇവിടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന രീതിയിൽ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ പരിശോധനകൾ നടത്തുക. എന്ന് തന്നെയായാലും വലിയ ആശ്വാസമുണ്ടാക്കുന്ന വാർത്ത തന്നെയാണ്. മണിക്കൂറുകളോളം വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. ഏകദേശം ഒരു 3 മണിക്കൂറോളമായി ഈ 5 പേരും ഇത്തരത്തിൽ വളരെ ഉയരത്തിലായി സ്കൈ ഡൈനിങ് സംവിധാനത്തിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു. അത് വലിയ ആശങ്ക ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ആദ്യഘട്ടം മുതൽ തന്നെ കൃത്യമായ രീതിയിൽ ഈ കമ്പനിക്ക് ഇത് പോലീസിനെയോ അല്ലെങ്കിൽ തന്നെ ഫയർഫോഴ്സിനെയോ അറിയിക്കാൻ വേണ്ടി സാധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ മുന്നേ തന്നെ ഇവരെ താഴേക്ക് ഇറക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു, സുരക്ഷിതമായി താഴേക്ക് ഇറക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു. എന്നാൽ ഈ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ശ്രമം തുടരുമ്പോൾ പ്രധാനമായും ഉണ്ടായിരുന്ന ഒരു ആശങ്ക കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്. കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യമായിരുന്നു. അതിനാൽ തന്നെ വൈകിപ്പിക്കാതെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് ഇവരെ താഴെ ഇറക്കുക എന്ന രീതിയിലുള്ള ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ തയ്യാറാക്കിക്കൊണ്ടാണ് ഇവിടെ ഫയർഫോഴ്സും പോലീസ് സംവിധാനവും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അത് വളരെ വിജയകരമായി ഇവർക്ക് പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ ഇതിന് മുകളിലേക്ക് സ്കൈ ഡൈനിങ് സംവിധാനത്തിന് അടുത്തേക്ക് ഇവർക്ക് എത്തിപ്പെടുവാൻ വേണ്ടി സാധിച്ചു. അതിനുശേഷം ഓരോരുത്തരെയായി ഈ സേഫ്റ്റി ബെൽറ്റ് ഉപയോഗിച്ചുകൊണ്ട് താഴെ ഇറക്കുകയായിരുന്നു. ഒപ്പം തന്നെ താഴെ വല ഉപയോഗിച്ചുകൊണ്ട് മറ്റു സുരക്ഷാ ക്രമീകരണങ്ങൾ ഒക്കെ തന്നെ ഉറപ്പുവരുത്തിയിരുന്നു. ഒപ്പം തന്നെ കൃത്യമായ പരിശീലനം ലഭിച്ച ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായിരുന്നു മുകളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. വളരെ വിദഗ്ധമായ രീതിയിൽ തന്നെ ഇവരെ 5 പേരെയും താഴേക്ക് ഇറക്കി എന്നത് വലിയ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ഇനി ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട്, അതായത് ഇത്തരത്തിൽ നിയമങ്ങളൊന്നും തന്നെ പാലിക്കാതെയാണ്, അല്ലെങ്കിൽ സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും തന്നെ പാലിക്കാതെയാണ് ഇത്തരത്തിൽ സംവിധാനം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിയമ നടപടികളിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു, കൂടുതൽ പരിശോധനകളിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികൾ ഈ കമ്പനിക്കെതിരെ ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. കളക്ടർ അടക്കമുള്ളവർ അന്വേഷണം പുറപ്പെടുവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നുമാണ് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്തിനായാലും ഏറ്റവും പ്രധാനപ്പെട്ടത്, അല്ലെങ്കിൽ ഏറ്റവും ആശ്വാസമുണ്ടാക്കുന്ന വാർത്ത, കുടുങ്ങിക്കിടന്ന 5 പേരെയും 2 ചെറിയ കുട്ടികൾ, 2ഉം 4ഉം വയസ്സുള്ള കുട്ടികൾ, ഇവരുടെ രക്ഷിതാക്കൾ, ഒപ്പം തന്നെ ഒരു ജീവനക്കാരി ഉൾപ്പെടെ 5 പേരെയും കൃത്യമായി താഴെ ഇറക്കാൻ സാധിച്ചു എന്നത് വലിയ ആശ്വാസമുണ്ടാക്കുന്നതാണ്. ശരി, ഇടുക്കി ആനച്ചാലിലെ ആകാശ ഭക്ഷണശാലയിലാണ് കുടുങ്ങിക്കിടന്ന വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും ഇപ്പോൾ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. സ്വകാര്യ കമ്പനിയുടെ സ്കൈ ഡൈനിങ്ങിലാണ് മലപ്പുറം സ്വദേശി ഉൾപ്പെടെയുള്ളവർ കുടുങ്ങിയിട്ടുണ്ടായിരുന്നത്. ഹൈഡ്രോളിക് സംവിധാനം തകരാറിലായതാണ് ഈ ഒരു അപകടത്തിന് കാരണമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അമൽനാഥ് പാടിച്ചാലാണ് വിവരം നൽകിയത്.